ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റോളാണ്. അപ്പോൾ നമുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യമായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഒരു 1.5 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോളയും പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ മസാലയ്ക്കുള്ള ഉപ്പും കൂടി ആവുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കളറിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 സ്പൂണോളം മുളക് പൊടി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരേക്കും മതി കേട്ടോ. നമ്മുടെ സവോള അധികം ഒന്ന് ഫ്രൈ ആയി ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടി ഞാൻ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റോളം ഈ വെജീസ് ഒന്ന് വേവാനായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചിക്കനാണ്. ചിക്കൻ ഞാൻ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് ബോൺലെസ് ആക്കി എടുത്ത് അതിനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ മീറ്റൊക്കെ ഒന്ന് നമ്മൾ ചിക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ അവരവരുടെ ആവശ്യം എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. റോളിലേക്ക് അധികം എരിവ് മുന്നിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പാകത്തിന് എരിവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് 2 മിനിറ്റ് നമ്മുടെ ചിക്കൻ ഈ മിക്സിൽ കിടന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 1/2 സ്പൂണും കൂടി ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ അവസാനമായിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇറക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടി ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പോളം മൈദമാവാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണ് മൈദമാവ് എടുത്തത് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കോഴിമുട്ടയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മിക്സിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണോളം പശുമ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടി നേരത്തെ തന്നെ മിക്സ് ചെയ്തെടുത്തിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു ദോശയുടെ പരുവത്തിൽ നമുക്കൊരു ബാറ്റർ കിട്ടും. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മതി. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം ചൂട്ടോടെ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതിനെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ മിക്സ് ഒന്നും വെച്ചിട്ട് ഇതിനെ ഒട്ടിക്കേണ്ടി വരില്ല. ഇതിൻ്റെ ചൂട്ടോടെ തന്നെ ആകുമ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ ഫോൾഡായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചൂട്ടോടെ ചെയ്യുമ്പോൾ തന്നെ ഇത് അതുമ്പോൾ തന്നെ പറ്റി പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ എല്ലാ മിക്സും വെച്ചിട്ട് നമ്മുടെ റോളുകളെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഞാൻ വേറെ ഒന്നും വെച്ചിട്ട് ഒട്ടിച്ചൊന്നും കൊടുത്തിട്ടില്ല. കറക്റ്റ് നമ്മൾ ചൂട്ടോടനെ തന്നെ എടുത്ത കാരണം കൊണ്ട് എല്ലാതും നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റോളിനെ കോഴിമുട്ടയിൽ മുക്കി അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട്
ഞാനിവിടെ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ താല്പര്യമുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് റോളുകൾ എടുത്ത് ഓരോന്നായിട്ട് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ബ്രെഡ് അധികം കരിഞ്ഞു പോകാതെ തന്നെ ഒരു മീഡിയം ബ്രൗൺ ഷെയ്ഡ് ആവണ വരേക്കും നമുക്ക് ഓരോന്നിനെയും ഇതുപോലെ തന്നെ വറുത്ത് കോരാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെഡ് കരിഞ്ഞു പോകാതെ നമുക്ക് നോക്കണം. ഈ ഒരു കളറിലാകുമ്പോൾ തന്നെ നമുക്ക് ഇതിന് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ ഓരോന്നും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോളൊക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.